കാര്യങ്ങൾ ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് നൽകാനാവുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് പൂർണ്ണമായും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും. മന്ത്രി തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ദുരന്ത നിവാരണ നിയമം, അതായത് DDMA അനുസരിച്ച് വേണമെങ്കിൽ ഉത്തരവിടാം മനുഷ്യജീവന് ഭീഷണിയായാൽ എന്നാണ്. പക്ഷേ പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ടിവരില്ല, വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കെണി വെച്ച് കൂട് വെച്ച് പിടികൂടാനുള്ള ശ്രമം വിജയിച്ചില്ല, മയക്കുവെടി വെക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. അങ്ങനെ ഒടുവിലെ ഉപായം എന്ന നിലയിൽ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ കഴിയും എന്നുള്ളതാണ്. അതായത് മനുഷ്യജീവന ഭീഷണിയായാൽ ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ക്ലോസ് ഉപയോഗിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തന്നെ അതിന് ഉത്തരവിടാനാകും. അങ്ങനെയാണെങ്കിൽ ഈ ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കേണ്ടി വരില്ല. വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് തന്നെ അതിലെ അവസാന വഴി എന്ന നിലയിൽ മറ്റ് മാർഗങ്ങളൊക്കെ പരാജയപ്പെട്ടു. കടുവ മനുഷ്യജീവന ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഉത്തരവിടാം എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അത്തരമൊരു ഉത്തരവായിരിക്കും വരിക എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഈ വന്യജീവികൾ നാട്ടിലിറങ്ങി വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ ഈ ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ ഇവിടെ അത് വേണ്ടി വരില്ല. വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് തന്നെ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ കഴിയും എന്നാണ് പറയുന്നത്. അത്തരമൊരു ഉത്തരവ് ഇറങ്ങുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റ് സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ മന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഓരോ ദിവസവും ഇന്നലെ ADM എത്തി ചർച്ച നടത്തി പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് മന്ത്രിയുടെ വരവിൽ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടായി. പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി മാറി. നാട്ടുകാർ ഒന്നടങ്കം മന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനൊടുവിൽ മന്ത്രി അവരുടെ പ്രതിനിധികളുമായും രാഷ്ട്രീയ പ്രതിനിധികളുമായി ചർച്ച നടത്തി. താഴേക്ക് പോകുന്ന വഴിക്ക് കാത്തുനിന്ന നാട്ടുകാരോടും അദ്ദേഹം സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇനി പൂർണ്ണമായും ദൗത്യത്തിലായിരിക്കുന്നു ശ്രദ്ധ. ഇനി ദൗത്യ സംഘത്തിന്റെ നീക്കങ്ങളാണ്. ആളുകളൊക്കെയും പിരിഞ്ഞു പോയോ, തിരികെ പോയോ അവിടെ നിന്നും നോക്കുന്നത്? ഇപ്പോൾ ഈ എസ്റ്റേറ്റിനകത്ത് ദൗത്യ സംഘവും അതുപോലെ കുറച്ച് മാധ്യമപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. മറ്റാളുകളൊക്കെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ PK ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സണും കൗൺസിലർമാരും അവരൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇനി ദൗത്യ സംഘം അവരുടെ നടപടികളിലേക്ക് കടക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ദൗത്യ സംഘത്തിൻ്റെ നീക്കങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. നാട്ടുകാരും അതിനൊപ്പം നിൽക്കുകയാണ്. ഇന്ന് രാവിലെ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഒരു RRT അംഗത്തിന് പരിക്കേറ്റപ്പോൾ അവർ ഓഡിയോ ആശുപത്രിയിലേക്ക് എത്തിയതും അവരുടെ പ്രതികരണവും ഒക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇനി നാട്ടുകാർ ദൗത്യത്തിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മന്ത്രിയുടെ വരവോടുകൂടി തന്നെ ആ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. അവരുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ എല്ലായിടത്തും ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം ഉയരാറുണ്ട്. പക്ഷേ അവിടെ എല്ലാ സ്ഥലത്തും മനുഷ്യജീവന് ഭീഷണിയാകാറില്ല. സാധാരണമായി കാറ്റിൽ ലിഫ്റ്റിംഗ്, വളർത്തുമൃഗങ്ങളെ പിടികൂടലാണ് നടക്കുന്നത്. അപ്പോൾ വെടിവെച്ച് കൊല്ലാൻ പ്രൊവിഷനില്ല. പക്ഷേ ഇവിടെ നേരെ ഒരു മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവശ്യത്തിൽ ആളുകൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയും മനുഷ്യജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന ഈ മാനദണ്ഡ SOPയിലെ ഏറ്റവും അവസാന കാര്യം ചെയ്യണമെന്ന ഡിമാൻഡാണ് ആദ്യമേ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് ദൗത്യ സംഘത്തിന് നേരെ കൂടി ആക്രമണം ഉണ്ടായതോടുകൂടി ആ ഡിമാൻഡിൽ ഉറച്ചു നിന്നു ആളുകൾ. അത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു, വനം വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു.